നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നിരാലംബ വ്യാക്രാസനം എന്ന് പറയുന്ന ഒരു ബാലൻസിങ് പോസാണ്. ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻ്റായിട്ട് എഴുതുക. ഇത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയൊരു യോഗ പോസാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്ക് നല്ലപോലെ ഫ്ലെക്സിബിളാവും. അതുപോലെ തന്നെ നമ്മുടെ കൈയിലെയും കാലിലെയും മസിൽ അത്യാവശ്യം ഒന്ന് സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒരു പോസ്റ്ററാണ്. ഇതുപോലെ നമ്മൾ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഇടത് കാല് ലെഫ്റ്റ് ലെഗ് ഇതുപോലെ ഉയർത്തും. എന്നിട്ട് വലത് കൈ കൊണ്ട് കാലിൻ്റെ പത്തിയിൽ പിടിക്കാം, കാലിൻ്റെ ആംഗിളിൽ പിടിക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പത്തിയിലാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. നോട്ടം നേരെ ഇരിക്കണം, സാധാരണ ശ്വാസം. ഓക്കെ, മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും സ്ട്രെച്ച് ചെയ്യുക. നോട്ടം നേരെ സാധാരണ ശ്വാസത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്യും. ശ്വാസം എടുത്ത് നമ്മുടെ വലത് കാല് ഇതുപോലെ ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് മീൻസ് കൈ കൊണ്ട് ഇതുപോലെ പിടിച്ചിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നോട്ടം നേരെ സാധാരണ ശ്വാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദെൻ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. ഇനി ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഇതുപോലെ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ഇതുപോലെ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇതുപോലെ സൈഡിലേക്ക് നീട്ടിപ്പിടിക്കണം. എന്നിട്ടൊന്നും ബാലൻസ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ കൈ ഇതുപോലെ ശ്വാസം എടുത്ത് കാല് ഉയർത്തിയിട്ട് ശ്വാസം വിട്ട് കൈ ഇതുപോലെ കൊണ്ടുവന്ന് ശീലിക്കുക. അതിനുശേഷം വേണം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാൻ. ഈ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോഴും ഒരല്പം ബാലൻസിങ് പ്രശ്നം ഉണ്ടാകാം. അത് ഗ്രാജുവലി ശരിയായിക്കോളും. നമ്മൾ ഒരു പോസ്റ്ററും ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ പ്രാക്ടീസ് ചെയ്താൽ അതിൽ നമുക്ക് വഴക്കെടുക്കാൻ പറ്റത്തില്ല. അത് ഗ്രാജുവലി നമ്മളിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.